ഹ്യുണ്ടായി ഇന്ത്യയുടെ വിജയത്തിന് പുറകിൽ ക്രെറ്റ എന്ന് തന്നെ നമുക്ക് പറയാനാകും. കഴിഞ്ഞ 10 വർഷത്തോളമായി ഇന്ത്യൻ നിരത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു മോഡലിന് 2025 ഏറ്റവും നല്ല വർഷം തന്നെയായിരുന്നു. ക്രെറ്റയുടെ 2 ലക്ഷം യൂണിറ്റ് ആണ് 2025 മാത്രം ഹ്യുണ്ടായി വിറ്റഴിച്ചിരിക്കുന്നത്. ക്രെറ്റയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വാർഷിക വിൽപ്പനയാണ് 2025 കലണ്ടർ വർഷത്തിൽ ലഭിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. സെഡാൻ, ഹാച്ച്ബാക്ക് എന്നീ സെഗ്മെന്റുകളിലെ വാഹനങ്ങൾ ഒരു വർഷം 2 ലക്ഷം യൂണിറ്റിന്റെ വിൽപ്പന കൈവരിക്കുന്നത് വളരെ സാധാരണമാണ്. എന്നാൽ മിഡ് സൈസ് SUV സെഗ്മെന്റിലെ ഒരു വാഹനം ഈ ഒരു നേട്ടം കൈവരിക്കുന്നത് വളരെ അപൂർവമാണ് എന്നാണ് ഹ്യുണ്ടായി ഇന്ത്യ പറയുന്നത്. 2025 ക്രെറ്റയുടെ വിൽപ്പനയിൽ 44% ഡീസൽ എഞ്ചിൻ മോഡലിനാണ് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല 32% ക്രെറ്റ ഉടമകളും ആദ്യമായി കാർ സ്വന്തമാക്കുന്നവരുമാണ്. ഒരു വർഷത്തിൽ 2 ലക്ഷം വാഹനങ്ങൾ വിറ്റഴിഞ്ഞതോടെ പ്രതിദിനം ശരാശരി 550 ക്രെറ്റ നിരത്തുകളിൽ എത്തുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത്. 10 മുതൽ 20 ലക്ഷം രൂപ വരെ വിലയുള്ള SUV-കളിൽ മികച്ച വിൽപ്പനയാണ് ക്രെറ്റയുടേതെന്നാണ് ഹ്യുണ്ടായി ഇന്ത്യ കണക്കാക്കുന്നത്. 2024 കലണ്ടർ വർഷം ടാറ്റയുടെ പഞ്ച് SUV 2 ലക്ഷം യൂണിറ്റിന് മുകളിൽ വിൽപ്പന നേടിയിരുന്നു. 4 മീറ്ററിൽ താഴെ വലുപ്പമുള്ളതും കുറഞ്ഞ വിലയിലുള്ള വാഹനവുമായിരുന്നു അത്. 2020 ആദ്യ കാറായി ക്രെറ്റ വാങ്ങുന്നവർ 13%. എന്നാൽ 5 വർഷത്തിനുള്ളിൽ ഇത് 32% വർദ്ധിപ്പിക്കാൻ ഈ വാഹനത്തിന് സാധിച്ചു. 2025 ക്രെറ്റയുടെ വിൽപ്പനയിൽ 70% സൺറൂഫുള്ള മോഡലുകൾക്കായിരുന്നു. ഡീസൽ എഞ്ചിൻ മോഡലും ക്രെറ്റയുടെ വിൽപ്പനയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ഡീസൽ മോഡൽ 44% ആളുകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് ഹ്യുണ്ടായി ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ തരുൺ ഗാർഗ് അറിയിച്ചിരിക്കുന്നത്. ഹ്യുണ്ടായി ക്രെറ്റയുടെ ഇന്ത്യൻ വിപണിയിലെ യാത്ര അസാധാരണമായ ഒന്നാണെന്നും 2 ലക്ഷം യൂണിറ്റിന്റെ വിൽപ്പന എന്നത് ഏറെ അഭിമാനം നൽകുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. നിരത്തുകളിലെത്തി 10 വർഷത്തിനുള്ളിൽ വിശ്വാസ്യതയുള്ള SUV ആയി മാറാൻ ക്രെറ്റയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.